വയനാട്ടിൽ ഉരുൾപൊട്ടി മരണമടഞ്ഞവർക്ക് പ്രണാമം അർപ്പിച്ച് ആലുവ SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഹൃദയപൂർവ്വം വയനാടിനൊപ്പമെന്ന സന്ദേശവുമായി തിരുനാളം കത്തിച്ചുകൊണ്ടായിരുന്നു പ്രാർത്ഥന. മൺചിരാതും മെഴുകുതിരികളും കത്തിച്ചു നടത്തിയ പ്രാർത്ഥനയിൽ 1500ഓളം കുട്ടികൾ പങ്കെടുത്തു. സ്കൂളിലെ അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ നേതൃത്വത്തിലാണ് വയനാട്ടിൽ ഉരുൾപൊട്ടി മരണമടഞ്ഞവർക്ക് പ്രാർത്ഥന നടത്തിയത്. ആലുവ SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഹൃദയപൂർവ്വം വയനാടിനൊപ്പം എന്ന സന്ദേശവുമായി തിരുനാളം തെളിയിച്ചുകൊണ്ടായിരുന്നു പ്രാർത്ഥന. ആലുവ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ധർമ്മചൈതന്യ, എറണാകുളം ഗ്രാൻഡ് മസ്ജിദ് ഇമാം MP ഫൈസൽ അസ്ഹരി, ആലുവ ജീവാസ് കേന്ദ്രത്തിലെ ഫാദർ ടോസി എന്നിവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. സംഭവിച്ച ദുരന്തം അത് വയനാടിന് മാത്രം സംഭവിച്ച ഒന്നല്ല. എല്ലാം നഷ്ടപ്പെട്ടവർക്ക് മാത്രം സംഭവിച്ച ദുരന്തമല്ല, ദുരന്തം നമ്മുടേതു കൂടിയാണ്. മൺചിരാതും മെഴുകുതിരികളും കത്തിച്ചാണ് 1500ഓളം കുട്ടികൾ പ്രാർത്ഥനയിൽ പങ്കാളികളായത്. പ്രിൻസിപ്പൽ P. സുജ, ഹെഡ് മിസ്ട്രസ് MP നട്ടാഷ, PTA ഭാരവാഹികളായ സുബൈർ അണ്ടോളിൽ, സാംലാൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ആലുവ. എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം. ഇനി മുതൽ ലൈറ്റ് റേറ്റിലും ലൈറ്റ് വെയ്റ്റിലും ഡെയിലി ട്രെൻഡായി അണിഞ്ഞൊരുങ്ങാൻ ആലുവ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം.